അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സംഘാടകരെ, MSMൻ്റെ സൗത്ത് ജില്ലാ സാരഥികൾ, കേരള നേതൃത്വ മുജാഹിദിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എന്നെ കാണുന്ന ആൾക്കാരൊന്ന് കൈ ഉയർത്തി. എന്നെ കാണുന്ന ആൾക്കാർ സ്ക്രീനിലല്ല, നേരിട്ട്. കുറേ കൈകൾ ഉയർന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചല്ലോ, കൈ താത്തിക്കോ. ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? ഞാൻ നിങ്ങൾ റെഡിയാണോ എന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കും. ആർ യു റെഡി എന്നൊക്കെ ചോദിക്കും. അപ്പം നിങ്ങളെ മറുപടി വരേണ്ടത് ഇൻഷാ അല്ലാ എന്നാണ്. എന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം അതിൻ്റെ മുന്നോടിയായി പറയാൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നൊരു മര്യാദയാണ്. ആർ യു റെഡി? ഓക്കെ. എനിക്കിഷ്ടമായി. എന്താ അറിയോ, നല്ലൊരു ദിവസത്തിൽ ഇത്ര നേരത്തെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന്, പിന്നെ ഇന്നത്തെ ഒരു ദിവസം തൊട്ടടുത്ത് സംസാരിക്കുന്ന ആളെ ഷർട്ടിൻ്റെ നിറം ഞാൻ പറയും. ഷർട്ടിൻ്റെ നിറയം ഇന്ന ഇന്ന കളർ എന്നൊക്കെ പറയും. ഞാൻ സംസാരിക്കണ സമയം പൂർണ്ണമായും നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ആ ഷർട്ടിൻ്റെ നിറവും രൂപവും പറഞ്ഞിട്ട് അയാളോട് ചോദ്യം ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പം എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആർ യു റെഡി? ഇത്ര ആളുണ്ടായിട്ട് ഈ ശബ്ദമുള്ളൂ. ആർ യു റെഡി? എടാ, നിങ്ങൾ +1 +2 തലങ്ങളിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവൽ പ്രായത്തിലുള്ള മക്കളാണെന്ന് എനിക്കറിയാം. നിങ്ങളടുത്ത് മറുപടി കിട്ടാനും ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ എന്നോട് നിങ്ങൾ സഹകരിക്കണം. ആർ യു റെഡി? ഉറക്കെ പറയും. ആർ യു റെഡി? അപ്പോൾ വെരി ഗുഡ്. മൊബൈൽ കയ്യിലുള്ള ആൾക്കാർ തൽക്കാലം ഒന്ന് സൈലൻറ്റ് മോഡിൽ ഇട്ടാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നങ്ങൾ കാണാറുണ്ട്? ഇല്ല. സ്വപ്നം കാണുന്ന ആൾക്കാരൊന്ന് കൈപോക്കി. നല്ല മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ കുറേ കൈയായി. ഓക്കെ. നമ്മൾ കണ്ട വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഉണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് അവനെ കണ്ട ഒരു സ്വപ്നം പറയാൻ പറ്റുമോ? ഇയാൾ ഇല്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? ഇതിൽ കാണുന്നതല്ലല്ലോ സ്വപ്നം. അങ്ങനെയല്ലേ നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വേർഡുകൾ, അദ്ദേഹത്തിൻ്റെ വേർഡുകൾ അങ്ങനെയാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. പിന്നെ സ്വപ്നം എന്താ? ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യം, അതാണ് സ്വപ്നം എന്നാണ്. ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. അറബി ഭാഷയിലെ പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ് അൽ മംഫലൂത്തി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല ചിന്തകളുണ്ട് ലൈഫിനെ പറ്റി, ജീവിതത്തെ പറ്റി. ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഹൈസക്കിൻ്റെ സന്ദേശമായി എഴുതി വെക്കാൻ പറ്റിയൊരു വാചകമുണ്ട്. ആ വാചകം എന്താ അറിയോ? വലൈസത്തിൽ ഹയാത്തുൽ മർഇ ഇല്ലാ അമാനിയാ ഇദാ ഹിയ ളാഅത് ഫൽ ഹയാതു അലൽ ലതരി. ബോർഡിലുണ്ടാവും. വലൈസത്തുൽ ഹയാത്തുൽ മർഇ ഇല്ലാ അമാനിയാ. മനുഷ്യ ജീവിതം ആഗ്രഹങ്ങളല്ലാതെ ഒന്നുമില്ല എന്നാണ്. ഇദാ ഹിയ ളാഅത് ഫൽ ഹയാതു അലൽ ലതരി. അവ ഒരാൾക്ക് ഇല്ലാതെ പോയാൽ ജീവിതം വഴിമാറിപ്പോയി എന്നാണ്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാകണം, എങ്കിലേ ജീവിതം അർത്ഥപൂർണമാകൂ എന്നാണ്. ഇപ്പോൾ ഒരു ആൾ നേരം വെളുത്ത് എണീക്കുന്നു. നമ്മൾ സ്കൂൾ പോകണം എന്തിനാ? സ്കൂൾ പോകാനാ? വീട്ടിൽ നിന്ന് എങ്ങനെയാലും ഒഴിവാക്കി കിട്ടാനാ? നമ്മളെന്തിനാ പോണത്? എന്തിനാ സ്കൂൾ പോകണെന്തിനാ? ഒരു സ്വപ്നം. നിങ്ങളെന്താ? ഒരു സ്വപ്നമല്ല, ഒരാഗ്രഹമല്ലാതെ വീട്ടിൽ പോണത് അല്ല സ്കൂൾ പോണത്. ഒരാഗ്രഹമല്ലേ? ചങ്ങാതിമാരെ, സ്കൂളിലൊക്കെ ഞാൻ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മളെ റെക്കോർഡർ ഞാനൊന്ന് വിടുക്കട്ടെ, ബുദ്ധിമുട്ടാവോ? കാരണം ഇവരിങ്ങനെ കൂടുതൽ ദൂരത്താവുമ്പോൾ അവർക്കൊരു പ്രയാസം. എനിക്കാണ് അടുത്തായ ഓൽക്ക് കൊടുത്തത്. നിങ്ങളൊന്ന് നീ പറയും
ഉമ്മ നമ്മൾ അടുത്തടുത്തായി. എന്നെ കണ്ടിട്ടില്ലല്ലേ? ഇനി കാണാത്ത ആൾക്കാർ നേരെ അങ്ങോട്ട് നോക്കി ഇവിടെ സ്ക്രീനിൽ കാണും. ഇനി പറയും ഇപ്പോൾ നമ്മൾ അടുത്തടുത്തായി. നിങ്ങൾ സ്കൂളിൽ പോകണം എന്തിനാ? സ്കൂളിൽ പോണേ പഠിക്കാൻ. പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരനാവാം, ഒരു ഡോക്ടറാവാം, എൻജിനീയർ ആവാം, അതല്ലെങ്കിൽ ഒരു കളിക്കാരനാവാം, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാവാം. പാട്ടുകാരനൊക്കെ ആവപ്പോൾ വളരെ എളുപ്പമാണ്. വെറുതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നും കണ്ട് ഓ ബനാനേ പൂ തരാമോ എന്ന് ചോദിച്ചാൽ മതി. ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യും? പൂ തന്നെയല്ലേ, കായ് തരാമോ എന്ന് വെച്ച് അങ്ങനെ കായ് തരാമോ എന്തോന്ന് അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ ആരെങ്കിലും വീഡിയോ എടുത്തെടുത്താൽ അവൻ വൈറലായ പിന്നെ പാട്ടുകാരനായി. അങ്ങനത്തെ ഒരു കാലത്താണ്. നമുക്ക് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അതില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമല്ല എന്നാണ്. പക്ഷെ ആ സ്വപ്നങ്ങൾ എന്താവണം എന്നാണ്. വെറുതെ സ്വപ്നം കണ്ട് തീർക്കപ്പെട്ട ഡോക്ടറാവാം, എൻജിനീയർ ആവാം, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവുക, കുറേ പണം ഉണ്ടാക്കുക, നല്ല വീടുണ്ടാക്കുക, ലോകമറിയപ്പെടുന്ന ഏതെങ്കിലും കലാകാരനാവുക, ലോകത്തറിയപ്പെടുന്ന ഏതെങ്കിലും സ്പോർട്സ്മാനാകുക എന്നതൊന്നുമല്ല ജീവിതം കൊണ്ടുള്ള അർത്ഥം. ഇസ്ലാം കൃത്യമായി ജീവിതത്തിന് ചില നിർവചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കി കണ്ട് മരിക്കുക എന്നുള്ളത് മാത്രമാണോ? അല്ല. നമ്മളെ വെറുതെ എന്ത് ചെയ്യൂല? വിശുദ്ധ ഖുർആൻ കൃത്യമായി ആ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഖിയാമയിലൂടെ പഠിപ്പിച്ചതാണ്. അയക്സബുൽ ഇൻസാൻ അയ്യുതറക സുദാ. മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ? അവനെ വെറുതെ വിടുന്നു. നമ്മളെ വെറുതെ വിടുക. നമ്മൾ ഡോക്ടറായി ജീവിച്ച് മരിച്ച അള്ളാഹു നമ്മളെ തീർന്ന് ഖലാസ്. അല്ലെങ്കിൽ എൻജിനീയറായി തീരുമാനമായി, അല്ലെങ്കിൽ പണം ഉണ്ടാക്കി ഇങ്ങോട്ട് ലോകത്തോട് കൂടെ തീറിയോ? ഇല്ല. അയക്സബുൽ ഇൻസാൻ അയ്യുതറക സുദാ. വെറുതെ വിടുവന്ന്. വെറുതെ വിടൂലേ പിന്നെ എന്തൊക്കെ ചെയ്യും? അല്ല ചെയ്യാൻ സാധ്യതയുള്ള എന്താ? എന്നാലും എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്? മുന്നിലിരുന്നോളൂ കുടുങ്ങിയെന്ന് അപ്പോൾ അവർ ചിന്തിക്കണത്. ആരാ പറയാടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ടുമുട്ടണമെന്ന് വിശ്വസിക്കണമല്ലേ? ആണോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ അങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ വലത് കൈവക്കും. ചങ്ങായിമാരെ, ഇവിടെ ജീവിച്ചാൽ പോരാ, ശേഷം ഒരു ജീവിതം വരാനുണ്ടെന്ന്. നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലും കൈ പൊക്കാത്തുണ്ടോ? കൈ നേരെ ഉയർത്തണം. അപ്പോഴേ കൈ പൊക്കിയ പൊക്കാത്ത ആളുണ്ടോ നോക്ക്. നിങ്ങളടുത്ത് ഉണ്ടോ? ഓക്കെ, താഴത്ത്. നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലും കൈ ഉയർത്തിയിട്ടില്ലെങ്കിൽ അവനൊന്ന് കൈ ഉയർത്ത്. അത് ഉയർത്താത്ത ആളല്ല, നിങ്ങളടുത്ത് ആരെങ്കിലും ഉയർത്താതിരുന്നുവെങ്കിൽ ദാ ഇവന് ഉയർത്തിയിട്ടില്ല എന്ന് ഉറപ്പുള്ളൂ. ആരാണ്? ഓനെ വിളിച്ച ഓനെ ഷർട്ട് പറ ഉയർത്തിയ ആരാ? വെറുതെ തമാശ കളിക്കരുത്. കാര്യമാണ്. നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വെറുതെ വിടില്ല. മറിച്ച് ജീവിതം എന്ന് പറയുന്നത് ജനനവും മരണവും അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളത് നമ്മളെ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അല്ലാഹു നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? നമ്മൾ തിന്നണത്, കുടിക്കണത്, നമ്മൾ ശ്വസിക്കണത്, നമ്മൾ ജീവിക്കുന്ന ഭൂമി, ആകാശം എന്ന് വേണ്ട മനുഷ്യ ശരീരം തന്നെ ഒരു അത്ഭുതമാണ്. അത്ഭുതമാണോ? നമ്മുടെ ശരീരം അത്ഭുതമുണ്ടോ? ശരീരത്തിൽ ഒരത്ഭുതം പറഞ്ഞു തരുമോ? കണ്ണൊരത്ഭുതമാണ് എന്നാണ്. എന്താ കണ്ണുകൊണ്ടുള്ള ഒരു അത്ഭുതം? കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അറിയും അല്ലേ? കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ. കേൾവില്ലാത്ത ആൾക്കാർ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജ് സന്ദർശിക്കണം. കോഴിക്കോടാകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. അതിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും. അവരെ ഒന്ന് നേരിൽ കാണണം. ഏതെങ്കിലും ജീവിതത്തിലെ ഒരു അനാഥാലയം നിങ്ങൾ സന്ദർശിക്കണം. അനാഥാലയത്തിലുള്ള രക്ഷിതാക്കളില്ലാത്ത മക്കളെ കാണുമ്പോൾ നമുക്കറിയും ജീവിതത്തിൻ്റെ വില. അങ്ങനെ പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് എണ്ണിയാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിപ്തപ്പെടുത്താൻ, തിട്ടപ്പെടുത്താൻ കഴിയില്ല. വഇൻ തഉതു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് എന്താ പറ്റൂല, എണ്ണി ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു കണ്ട് ചുരുക്കാൻ കഴിയൂല. കാരണം അത്ര വലിയ അനുഗ്രഹമാണ്. കോവിഡ് കാലത്ത് ജീവിച്ചിരുന്ന ഇന്ന് ആൾക്കാരൊക്കെ ഒന്ന് ഇടതു കൈ വെക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൈ വെക്കും. കോവിഡ് കാലത്ത് ജീവൻ ഉണ്ടായിരുന്ന ആൾക്കാർ, എടാ ജീവൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് ഞാനാണോ തീരുമാനിക്കുക, നിങ്ങളാണോ? ഉണ്ടല്ലോ, കോവിഡ് കാലത്ത് നമുക്ക് ജീവിതം ഉണ്ട്. ആ ജീവനുള്ള സമയത്ത് ഓക്സിജന് ബുദ്ധിമുട്ടിയുന്ന ആൾക്കാർ ഓക്സിജന് വേണ്ടി പണം
ആവശ്യപ്പെട്ട് വാട്സപ്പ് കൂടിയൊക്കെ ഒരു മെസ്സേജുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അന്നുണ്ടായിരുന്നു. എന്നാൽ ചോദിച്ചാൽ മതി ആ കാലത്തുള്ള. അല്ലെ ഈ കോവിഡ് കൊണ്ട് ബുദ്ധിമുട്ടി ശ്വാസതടസ്സം അനുഭവിച്ച് പ്രയാസപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കണ്ടെത്തിയാൽ മതി. അതിൻ്റെ വില അറിയും. അപ്പം നമ്മളിപ്പോൾ 15 വർഷം 14, 16, 17, 18 കാലങ്ങൾ ജീവിച്ചവരാണ് എൻ്റെ മുമ്പിലുള്ള ആൾക്കാർ ആണല്ലോ. ഇത്ര കൊല്ലം നമ്മൾ ശ്വസിച്ച വായുവിൻ്റെ അല്ലെങ്കിൽ ഓക്സിജൻ്റെ വില എത്രയേക്കാരം കണക്കൂട്ടാൻ കഴിയൂല. അത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹങ്ങളെ ചുരുക്കി കണക്കെടുക്കാൻ നമുക്ക് കഴിയൂല. പകരം നമ്മൾ അല്ലാഹ്ക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഈ അനുഗ്രഹങ്ങൾക്ക് പകരം എന്താ നമ്മൾ കൊടുത്തത്? എടാ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നന്ദിയില്ലാത്തോ. നമ്മൾ ചില ആൾക്കാരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഓരോരുത്തർ നിന്ന് തിരിച്ച് നമ്മൾ കടം കൊടുക്കാൻ കൂടി പേടിയുള്ള ഒരു ലോകത്തുള്ളത് അല്ലേ. എന്തെങ്കിലും തിരിച്ചിട്ടൊന്ന് ചേങ്ങായി, എന്തിനാ അവനെ, ഒരു നന്ദിയില്ലാത്ത മനുഷ്യനാണ് അവൻ എന്നൊക്കെ പറയില്ലേ. അതെന്താ കാരണം? നന്ദിയില്ലായിട്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഇതിന് അനുഗ്രഹങ്ങൾക്ക് പകരം നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ആൾ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ആൾ മാത്രം കൈ ഉയർത്തുക ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല, ഉയർത്തണമെന്നില്ല. നിങ്ങൾ സത്യസന്ധന്മാരാണ് എന്നുള്ളതിൽ എനിക്കെന്ത് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് നൽകിയ ഈ ജീവിതമാകുന്ന അനുഗ്രഹത്തിന് തിരികെ കൊടുക്കണം. തിരികെ ചിലത് അള്ളാഹുവിനെ നമ്മൾ ചെയ്യണം. ആ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഹൈസക്കിനെത്തിയിട്ടുള്ളത്. ഹൈസക്കിന് നമ്മൾ വന്നത് ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ഹൈസക്ക് ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ആൾക്കാരാരാ? കളവ് പറയരുതേ, കൈ പൊക്കണ്ട, കളവ് പറയരുതേ. പിന്നെ ഞാൻ ഇങ്ങനെ ഐസക് എന്നുള്ളൊരു ബോർഡ് കേട്ട്, അല്ലെങ്കിൽ എവിടെയോ പള്ളിയിൽ ജുമാക്ക് പോയപ്പോൾ അവിടെ ആരും അനൗൺസ് ചെയ്യണ കേട്ട്, അപ്പം എന്തായാലും അതിന് പോകണം എന്ന് കരുതി മനസ്സിൽ ബാപ്പ പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കൾ ആരും മെസ്സേജ് അയച്ചിട്ടില്ല, ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം കേട്ട ഉടനെ തന്നെ അതിലെന്തായാലും പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ കുറച്ചൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട് വിളിച്ചതിൻ്റെ പേരിലാക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ടാകുക അല്ലേ, സുഹൃത്ത്. വേറെ ചില ആൾക്കാർ അവിടെ 1 2 3 4 5 മക്കളെ സംസാരിച്ചാൽ ഞാൻ പറയട്ടോ 1 2 3 4 നിങ്ങൾ സംസാരിക്കാമല്ലോ. ഓല് ചർച്ച ചെയ്യണം. സുഹൃത്തുക്കളെ പിന്നെ പറഞ്ഞതിൻ്റെ പേരിൽ വന്നോലൊന്ന് കൈവക്ക്. സുഹൃത്ത് വിളിച്ചതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്നോള് അതുമില്ലേ? ഓക്കെ. ഇനി നമ്മുടെ നാട്ടിലെ സംഘാടകരോ അല്ലെങ്കിൽ സംഘടനയുടെ ആൾക്കാരെ വിളിച്ചതിൻ്റെ പേരിൽ വന്നോല്, ബാപ്പ ഉമ്മ പറഞ്ഞതിൻ്റെ പേരിൽ വന്നോല്. അതാണ് കുറേ ആൾക്കാർ. അപ്പോൾ ബാപ്പാനി മാനി സ്നേഹിക്കണ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഏതായാലും വ്യത്യസ്ത ആളുകൾ പറഞ്ഞോ നിർബന്ധിച്ചിട്ടോ ആണ് ഇവിടെ വന്നത്. ഇപ്പം നിങ്ങളിരുന്നത്, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്നു. സംഘാടകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ കൃത്യമായി നിങ്ങളുടെ സദസ്സുകളിൽ വന്നിരുന്നു. ഈ പ്രോഗ്രാം തീരുന്നത് വൈകിട്ട് 4:30 5 സമയത്തായിരിക്കും. അതിനിടയ്ക്ക് ഭക്ഷണം, ചായ, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ പലതും നിങ്ങൾ കിട്ടാണ്ട്, പ്രയർ ഉണ്ട്, പലതുണ്ട്. പ്രിയപ്പെട്ട കുറേ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ ഇവിടെ വരാണ്ട്. അവരൊക്കെ വന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കേട്ട് അള്ളാഹുവിന് തിരികെ പോകുമ്പോൾ നന്ദി കാണിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പൂവണിക്കാനുള്ള പ്രയത്നങ്ങൾക്കൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സെക്ടാവിന് ഒരുപാട് കടമകൾ അവനോട് എനിക്ക് നിർവഹിക്കാനുണ്ട് എന്ന ചിന്തയിൽ ആലോചനകളെടുത്ത് മുന്നോട്ട് പോകണം. അതിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ, ഒരു തുടക്കം എന്ന നിലക്ക് ചില കാര്യങ്ങൾ മാത്രം ഞാൻ 1 by 1 എന്ന നിലക്ക് നിങ്ങൾ പുതിയ തലമുറ, നിങ്ങളിലെ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലക്ക് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പിന്നെ നിങ്ങളെക്കാളേറെ ഒരുപക്ഷെ നീണ്ട ഒരു 10-23 വർഷമായി നിങ്ങളെ പ്രായക്കാരായ കുട്ടികളുമായി ഇടപഴകുന്ന ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക് എൻ്റെ പരിചയത്തിൽ പുതിയ തലമുറയ്ക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ട 5 പ്രധാനപ്പെട്ട ചിന്തകളാണ്. നിങ്ങളുടെ ജീവിതം അള്ളാഹുവിന്
ഇഷ്ടമുള്ള ദാസന്മാരായി മാറാൻ, നന്ദി കാണിക്കുന്നവരായി മാറാൻ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന 5 ചിന്തകൾ വരിക്ക് വരി സമയത്തിനനുസരിച്ച് ഞാൻ പറയും. ആ 5 ചിന്തകൾ നിങ്ങൾ നോട്ട് ചെയ്ത് ആ 5 ചിന്തകളോടുകൂടി ഇവിടെ വരാനിരിക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുന്ന നല്ലവരായി മാറാൻ. ആർ യു റെഡി? അടാ, ഇത്ര ആളുണ്ടായിട്ട് ഇത്ര ശബ്ദമുള്ള. ആർ യു റെഡി? പോരാ. ആർ യു റെഡി? ഒന്നും കൂടി. ആർ യു റെഡി? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് എന്തറിയോ? ഞാൻ പറയുന്ന അനുഭവങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഓണ വെക്കേഷന് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് അകലത്തുള്ളൊരു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേട്ടിട്ടുണ്ടല്ലോ. ആ വിഴിഞ്ഞത്താണ് ഇപ്പോൾ താമസിക്കണത്. ആ വിഴിഞ്ഞത്തിൻ്റെ പ്രദേശം എൻ്റെ ജോലി സ്ഥലം, അതിന് തൊട്ടടുത്താണ് താമസിക്കണത്. അപ്പോൾ ഞാൻ ഓണാവധിക്കാലത്ത് നാട്ടിലേക്ക് പോരാൻ വേണ്ടി എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് 1.5 മാസം മുമ്പ് ബുക്ക് ചെയ്ത. അപ്പം എൻ്റെ ഫാമിലി ഉണ്ട്. ഞാൻ ജനറൽ ബോഗിയിലാണ് കയറിയത്. അപ്പം ഞാൻ കയറിയതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിൽ കയറി തിരക്ക് കൂടുകയാണ്. ആ തിരക്ക് കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, നിങ്ങളെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ, ആണും പെണ്ണും ഒക്കെ ഉണ്ട്. അവരൊക്കെ അതിൽ കയറുന്നുണ്ട്. ഒരു പെൺകുട്ടി കയറിയാൽ കൂടെ ഒരാളുണ്ടാവും. ആരുണ്ടാവൂടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. നിങ്ങളാ ഉദ്ദേശിച്ച തന്നെ. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിൻ്റെ, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി. ഇവർ കയറിയതിനൊന്നും പ്രശ്നമല്ല, അതൊക്കെ അവരുടെ ലൈഫ്. പക്ഷെ ഇവർ കയറി പിന്നെ എന്താ ചെയ്യണറിയോ? നേരെ നമ്മൾ ആ ട്രെയിനിൻ്റെ ലഗേജ് വെക്കണ ഭാഗം ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ലഗേജ് വെക്കണ അവിടേക്കാണ് കയറിപ്പോവും. നമ്മളൊക്കെ കാലത്ത്, ഞാനൊക്കെ പഠിക്കണ സമയത്ത് പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, ആൺകുട്ടികളുടെ മേത്ത് ശരീരത്തിൽ തട്ടണൊക്കെ പോലെ ഒരു മടിയോ ഒരു ലജ്ജൊക്കെ ഉള്ള അങ്ങനെയൊക്കെയായിരുന്നു. ഇത് കൂളായിട്ട് എന്താ ഏതാണെന്ന് നോക്കാതെ വരുന്നു, കയറുന്നു. എന്നിട്ട് ഇവർ പിന്നെ നേരം പുലരോളം ഈ ജനറൽ ബോഗിൽ യാത്ര ചെയ്ത ഒഴിവ് സമയത്ത് അറിയാം നല്ല തിരക്കായിരിക്കും, നല്ല ബുദ്ധിമുട്ടാക്കാരം. ഈ കുട്ടികൾ പിന്നെ അങ്ങോട്ട് കയറിപ്പോയവരല്ല തിരിച്ചു വരുന്നത്. അങ്ങോട്ട് കയറിപ്പോയപ്പോൾ പാൻറ്റും ടീഷർട്ടും മാത്രം ഉണ്ടായിരുന്ന ചില പെൺകുട്ടികളൊക്കെ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടുകണ് പർദ്ദ മഫ്ത. അപ്പം ഞാൻ അതിപ്പോൾ ജിന്നായിട്ടായോ വേറെ എന്തെങ്കിലും ആയോ? നമ്മൾ കാണാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കോലല്ല. ഇതെന്താ സംഭവം? എന്താ അത്ഭുതപ്പെടുത്തി? അതിനേക്കാൾ അത്ഭുതപ്പെടുത്തി എന്തറിയോ? ചില ആളുകൾ ഇങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവർ ട്രെയിനിൽ നിന്ന് ഒറ്റക്ക് ഇറങ്ങിപ്പോണേ, കയറി വരുമ്പോൾ ഒരു എന്താ കപ്പിൾസേന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരാളാണ് കേട്ടോ. ഒരാളാണ് മാത്രമല്ല, അവരെ സ്വീകരിക്കാനായി ഉമ്മ, അവരുടെ ബാപ്പ, താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചവർ, അല്ലെങ്കിൽ ഇസ്ലാമിക ഷിയാറുകളുള്ള പാപ്പന്മാരും ഉമ്മമാരും വരികയാണ്. ആ ഉമ്മാരങ്ങനെ പോയി ഇവർ എന്ന് പറഞ്ഞ് കെട്ടിയൊക്കെ പിടിക്കുമ്പോൾ പർദ്ദുണ്ട്, മഫ്തുണ്ട്. ട്രെയിൻ പോലെ കയറുമ്പോൾ അങ്ങനെയല്ല. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ പല ക്ലാസ്സുകൾക്കും വേണ്ടി പോകണോണ്ട് ഞാൻ ദിവസവും കാണുന്ന ഒരു അനുഭവം പോലെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ അറിയോ? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ്. ഏത്? ഉമ്മാൻ്റെ മുമ്പിലൊന്ന്, സുഹൃത്തുക്കളോടൊപ്പം എത്തിയ നമ്മളൊന്ന്, നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ വേറൊന്ന്, അല്ലേ? അവിടെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ഫസ്റ്റ് കൽപ്പന തന്നെ. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ലൈഫ് നമുക്കൊന്നാണ്. അവിടെ ഒരു മുഖമാണ് നമുക്ക്. നമ്മുടെ ബെഡ്റൂമിനകത്ത് മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കിട്ടിയത് നമ്മൾ വേറൊരു ലോകമാണ്. അവിടെ ആരുടെയൊക്കെ മുമ്പിൽ ഒന്നാണ്. ബാപ്പാൻ്റെ അടുത്ത് എത്തുമ്പോൾ നല്ല പിള്ളയാണ്, ഉമ്മാൻ്റെ മുമ്പൊക്കെ എത്തുമ്പോൾ ഹായ് ഉമ്മാക്കില്ലേ. എന്നാ നാട്ടുകാരുടെ മുമ്പിലോ അവിടെ എത്തുമ്പോൾ വേറൊന്നാണ്. പക്ഷേ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽപ്പെട്ട ഒരു കൽപ്പന ഉണ്ട്. അത് സൂറത്ത് ബയ്യയിലൂടെ ഖുർആൻ പറയാണ്, വമാ ഉമിറു ഇല്ലാ യഅ്ബുദല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ യഅ്ബുദല്ലാഹ ഇല്ലാ ലിയഅ്ബുദല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്ക മനസ്സുള്ളവരായി അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. അല്ലാഹുവിനെ നമ്മൾ ആരാധിക്കും. നമ്മളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി 2 മുഖമുള്ളവരായി നമ്മൾ മാറരുത്. എൻ്റെ അധ്യാപകരുടെ മുമ്പിൽ സക്കരിയ എന്ന് പറയുന്ന എനിക്ക് ഒരസ്തിത്വമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എനിക്കൊരസ്തിത്വമുണ്ട്. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എൻ്റെ ബാപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും എൻ്റെ സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ എനിക്കൊരസ്തിത്വമുണ്ട്. ആ അസ്തിത്വം തന്നെയാണ്. അത് മാറ്റേണ്ട ഒരു ഗതികേട് എനിക്കില്ല എന്നുറപ്പിക്കാൻ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. രണ്ട് മുഖം ഉണ്ടാവരുത്. അള്ളയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും കാണാതെ റൂമിൻ്റെ ഉള്ളിൽ കതക് കുറ്റിയിട്ട് മൊബൈൽ ഫോണും കയ്യിൽ വെച്ച് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് മുന്നിൽ പോയി എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അയക്കുന്ന മെസ്സേജുകളും എൻ്റെ വാപ്പയും പ്രിയപ്പെട്ടവരും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും ഹൈസക്കിൻ്റെ സമ്മേളന വേദിയിലേക്ക് ആരുടെയൊക്കെയോ നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഈ ഹോളിനകത്ത് മിയാമി കൺവെൻഷൻ സെൻറ്ററിൽ ഇവിടെ വന്നിരുന്ന് സംസാരങ്ങളും പ്രസംഗങ്ങളും നടക്കുമ്പോൾ സംസാരിച്ചാലും മൊബൈൽ ഫോണിൽ കളിച്ചിരുന്നാലും കൂട്ടുകാരോടൊത്ത് എന്തെങ്കിലും ചെയ്താലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അറിയും. ആര്? ഏകനായ സൃഷ്ടാവ്. അതുകൊണ്ട് ആ സൃഷ്ടാവിന് കാപട്യമില്ലാതെ നിഷ്കളങ്ക മനസ്സുള്ളവരായി ജീവിതം നിങ്ങൾ കീഴൊതുക്കുക, അല്ലെങ്കിൽ വണങ്ങി കൊടുക്കുക, നിഷ്കളങ്ക മനസ്സോടുകൂടി അവനെ ആരാധിക്കുക എന്നതാണ് മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥം. അതായിത്തീരാൻ ആർ യു റെഡി? ആർ യു റെഡി? ഇത്ര ആൾക്കാരുണ്ടാവുമ്പോൾ ഈ ഇൻഷാ അല്ലാഹ് പോരല്ല. ആർ യു റെഡി? അത് ഒന്നാമത്തെ തീരുമാനം ഹൈസക്കിൻ്റെ. ഞങ്ങളാണ്. എൻ്റെ ബാപ്പാൻ്റെ മുമ്പിൽ എനിക്ക് വേറൊരു മുഖം ധരിക്കേണ്ടി വന്നിട്ടില്ല. ഉമ്മാൻ്റെ മുഖം വേറൊന്ന്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാണ്ട് വേറൊന്നും, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു കാണുന്നു, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നു, അള്ളാഹു എൻ്റെ കാര്യങ്ങൾ അറിയുന്നു എന്ന നിലക്ക് പൂർണ്ണമായി ജീവിതം. ആരുടെ മുമ്പിൽ അവിടെ ഇല്ല. കളവ് പറയേണ്ട ഗതികേട് എനിക്കില്ല, കളവ് പറയേണ്ട ഗതികേടില്ല. സത്യസന്ധത പാലിക്കുന്നവരായി ഇനി നമ്മളെ പലപ്പോഴും പല രൂപത്തിലും നിങ്ങൾ സ്വന്തത്ത് നെഞ്ചത്ത് കൈവച്ച് അവനെ വലത് കൈയെടുക്ക്, വലത് കൈ ഒന്ന് ഉയർത്തും എല്ലാവരും, എവരി വൺ വലതു കൈ, എന്നിട്ട് നെഞ്ചത്ത് വെച്ച് നെഞ്ചത്ത് വെച്ച് നിങ്ങളോട് ചോദിച്ചു നോക്ക്. നമ്മൾ പലപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു കാണുന്നു എന്ന നിലക്കാണോ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രിയപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും രണ്ട് മുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചില മുഖങ്ങൾ മറച്ചു വെക്കേണ്ടി വന്നിട്ടില്ലേ? നമ്മുടെ ചില സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മളുടെ ചില ലക്ഷ്യങ്ങളും മറച്ചു വെക്കുന്നില്ലേ എന്ന് സ്വന്തത്തെ പറ്റി ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇഖ്ലാസ് നഷ്ടപ്പെടരുത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ ബാത്തിലാവുക മാത്രമല്ല, ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇസ്ലാമികമായ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ കാഴ്ച ഉണ്ടല്ലോ, ദൃഷ്ടി, കണ്ണ്, ഈ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്നൽ ഖബാഇസ മബാദിഉഹാ, അതിൻ്റെ ഒക്കെ തുടക്കം, എല്ലാ തെറ്റുകളുടെയും തുടക്കം എന്ന് പറയുന്നത് കാഴ്ചയാണെന്നാണ്. കാഴ്ച കാരണമാണ് എല്ലാ തെറ്റും സംഭവിക്കുക എന്നാണ് കാഴ്ച കാരണം. അതുകൊണ്ട് ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം എന്നതാണ് പിന്നെ ഇസ്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. കണ്ണിനെ നമ്മൾ താഴ്ത്തണം. കുല്ലിൽ മുഅ്മിനീൻ, കണ്ണുകളെ സൂക്ഷിക്കണം. കുല്ലുൽ ഹവാദിസി മബ്ദഉഹാ മിനൻ നളർ ومعظم النار من مستصغر الشرر كم نظرة فتقت قلب صاحبها افتك السهام بلا قوس ولا بتر. അമ്പും വില്ലും അഥവാ കണ്ണുണ്ടല്ലോ, ഈ കാഴ്ച അമ്പും വില്ലും ഇല്ലാതെ നമുക്ക്, അഥവാ വില്ലില്ലാതെ അയക്കാൻ പറ്റിയ ഒരു അമ്പാണ് കണ്ണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കണ്ണിൻ്റെ നോട്ടം, ആ നോട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത്തെ നോട്ടം നിങ്ങൾക്ക് അനുവദനീയമാണ്, രണ്ടാമത്തത് നിങ്ങൾക്ക് അനുവദനീയമല്ല. ഒറ്റ നോട്ടം അലിയെ, ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോൾ, ചിലപ്പോൾ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുമ്പോൾ, കല്യാണ വീട്ടിൽ പോകുമ്പോൾ, ഏതെങ്കിലും സ്കൂൾ കലോത്സവം നടക്കുന്നിടത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പെൺകുട്ടിനെ തിരക്കടില്ലല്ലോ എന്ന് തോന്നും. അത് തോന്നും, സ്വാഭാവികമാണ്. പൈസക്കിന് നമ്മൾ അതുകൊണ്ടാണ് ഇസ്ലാമിക മര്യാദകളിൽ ആണുങ്ങൾ മുന്നിലിരിക്കണം, സദസ്സുകളിൽ പെണ്ണുങ്ങൾ ബാക്കിലിരിക്കണം, അതല്ലെങ്കിൽ ഒരു മറക്കപ്പുറത്തിരിക്കണം എന്ന് ഇസ്ലാമിക മര്യാദയിൽ കാണാൻ കഴിയണത്. ആ മര്യാദകൾ കാരണം കാഴ്ച പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാഴ്ചകൾ കൂടുതലായി കണ്ട വൈകാരികമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ വൈകാരികത അവനെന്ത് ചെയ്യും? തെറ്റിലേക്ക് നയിക്കും. അതുകൊണ്ട് കണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒന്നാമത്തെ നോട്ടം എനിക്ക് അനുവദനീയമാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി നല്ല ചൊറുക്കുള്ള വന്നേ നമുക്ക് തോന്നും, തിരക്കടില്ലല്ലോ. പക്ഷെ രണ്ടാമതോളെ ഏതാപ്പതെന്ന് കരുതി നോക്കിയാൽ അതാണായാലും പെണ്ണായാലും തെറ്റാണ്. അത് ശൈത്വാനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ ഗല്ല ബസറഹു അൻ മഹാസിനി ഇംറഅത്തിൻ ലില്ലാഹ് അവറസഹുല്ലാഹു ഹലാവതൻ ഇലാ യൗമി യൽഖാ. അല്ലാഹനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഹൃദയത്തിൽ അല്ലാഹു എന്ത് ചെയ്യും? സമാധാനം നിറച്ചു തരും, സമാധാനം മധുരം നിറച്ചു തരും. കണ്ണ് താഴ്ത്തിയാൽ. അപ്പോൾ സ്കൂളിൽ
കോളേജിൽ, ക്യാമ്പസിൽ, നമ്മളിരിക്കണേ പ്ലസ് 1 പ്ലസ് 2 10ാം ക്ലാസ്സിലെ ഒക്കെ നമ്മോടൊപ്പം പഠിക്കണ പെൺകുട്ടികൾ, നമ്മളെ സ്കൂളിലുള്ള, കോളേജിലുള്ള, ക്യാമ്പസിലുള്ള, അയൽപ്പക്കത്തുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പരിചയപ്പെട്ട ആ ഇൻസ്റ്റയിലുള്ള ബന്ധങ്ങളിൽ ഓളെ ഫോട്ടോ കണ്ട് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കണ്ടെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. കണ്ണ് തെറ്റുകളിലേക്ക് നിങ്ങളെ നയിക്കും. ആ കണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, വിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ നീ കൽപ്പിക്കുക നബിയേ എന്ന് വിശുദ്ധ ഖുർആന്റെ സൂറത്തുൻ നൂർ 30ാമത്തെ വാചകത്തിൽ ഖുർആൻ പറയാണ്. വഖുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസിനിയായ പെണ്ണുങ്ങളോടും പറയണം കണ്ണ് താഴ്ത്തട്ടെ, കണ്ണിനെ നിങ്ങൾ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോട്, മൊബൈൽ ഫോണും കിട്ടി, കമ്പ്യൂട്ടർ ഓണാക്കി, ലാപ്ടോപ്പ് ഓണാക്കി, ആരുമില്ലാത്ത ലോകത്ത് സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും കാണൂല, ആരും അറിയില്ല. പക്ഷെ ദൃഷ്ടിയെ ഹറാമിലേക്ക്, നിഷിദ്ധമായത് കാണുന്നില്ല എന്നുറപ്പിക്കൽ മുസ്ലിം എന്ന നിലക്ക് നമ്മളോടുള്ള കൽപ്പനയാണ്. കണ്ണിനെ സൂക്ഷിക്കാൻ റെഡിയാണോ? കണ്ണാണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചോക്കണം, ജീവിതത്തിൽ പല തെറ്റ്. ഇപ്പോൾ ചില ക്യാമ്പസുകളിൽ കാണാം പ്ലസ് 1 പ്ലസ് 2 തമ്മിൽ അടി. എന്തിനറിയോ? കൂട്ടത്തിൽ ഒരുത്തം പ്ലസ് 2 ഒരുത്തം പ്രേമിക്കണ പെണ്ണും പ്ലസ് 1 ഒരുത്തം പ്രേമിക്കണവും ഒറ്റ പെണ്ണാ. പയവ എവിടെ? നോട്ടത്തുമ്മയാണ്. അപ്പം നോട്ടം ഒരു തമ്മിൽ പെരുവടി. ചിലയിടത്താണ് ബസ്സിൽ, KSRTC സ്റ്റാൻഡിൽ പെൺകുട്ടികൾ തമ്മിലടി. അപ്പം അതിൽ അവിടുത്തെ ജിമ്മനെന്നല്ല അറിയാം, എന്താണ് പറയാ, 6 പാക്കോ അല്ല, നിങ്ങളൊരു പ്രയോഗമല്ലേ, നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ളൊരുത്തനെ, നിങ്ങളൊരു പ്രയോഗമുണ്ട് ന്യൂ ജനറേഷൻ്റെ, എന്തായാലും ഈ നല്ല ശരീരമൊക്കെ ഉള്ളേ, കാണാൻ ചൊങ്കനെ എന്തായാലും പറയടാ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ആ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ല ഓനാള് ഓന് സീനാണെന്നല്ലേ? അല്ല, സീനല്ല, ഓനെ ആള് സീനാണെന്നോ അങ്ങനെ എന്താ പറയുമല്ലോ, അങ്ങനൊരു പ്രയോഗം ഉണ്ടല്ലോ. ആ ചെറുക്കനും വേണ്ടി കണ്ട് 2 പെൺകുട്ടികൾ തമ്മിലടി. അപ്പം മറ്റോല് നിന്നും കണ്ട് മൂപ്പിച്ച കൊടുക്കടി ജയിച്ചണോന് കിട്ടുന്നതാണ്. അവിടെ നോട്ടം സൂക്ഷിക്കണം. ദൃഷ്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റിലേക്ക് നമ്മൾ നയിക്കുക കണ്ണാണ്. ആ കണ്ണിനെ സൂക്ഷിക്കുവാൻ ഇസ്ലാമികമായ കൽപ്പനയുണ്ട്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് രണ്ടാമത്തെ നിർദ്ദേശമായി നൽകാറ്. ആർ യു റെഡി? കണ്ണുകളെ സൂക്ഷിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? അപ്പം 2, ഒന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ. നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ, ഒറ്റ ജീവിതമുള്ളൂ. അതാരുടെയും മുമ്പിൽ. ഇപ്പോൾ ഇവിടെ വന്ന പെൺകുട്ടികളൊക്കെ പർദ്ദട്ടോലുണ്ട്, പർദ്ദടാത്തോലുണ്ട്. ടൂർ പോകുമ്പോഴും നമ്മൾ ഈ ഡ്രസ്സ് തന്നെയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അയ്യടാ, പിന്നെ എന്തിനാ ടൂർ പോകണില്ലേ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. പുരുഷനാവുമ്പോൾ നെരിയാണിക്ക് മുകളിൽ ഡ്രസ്സ് താഴ്ത്തി. കല്യാണ വീട്ടിൽ ഇപ്പോൾ പാട്ടും ഡാൻസും ഇല്ലാത്ത സ്ഥലമല്ലല്ലോ. അപ്പോൾ കല്യാണ വീട്ടിൽ നമ്മൾ ധരിക്കുമ്പോഴും എൻ്റെ ഔറത്ത് മറക്കണം, അതാണ് അള്ളാൻ്റെ മുമ്പിൽ. വേറൊന്ന് അങ്ങനെയല്ല. മരിച്ചോടത്ത് പോകുമ്പോഴും കല്യാണ വീട്ടിലും ഔറത്ത് മറിച്ച ഡ്രസ്സായിരിക്കണം. അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ മര്യാദ പാലിക്കുക, ദൃഷ്ടികൾ താഴ്ത്തുക. 2 കാര്യങ്ങളായി. മൂന്നാമത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഹൃത്തുക്കളുണ്ടോ? എടാ ഒരു 10, പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എവരി വൺ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരും എണീറ്റ് നിന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റേ ഇതുണ്ടാവും, ഫ്രണ്ടുകളുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 10 സുഹൃത്തുക്കൾ, ക്ലാസ്സിലുള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ടാണ്, കോളേജിലുള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ടാണ്, നാട്ടിലുള്ളവരൊക്കെ ഫ്രണ്ട്. അങ്ങനെ ഒരു 10 ഫ്രണ്ടുകളെങ്കിലും ഒന്നിങ്ങനെ മനസ്സിൽ 1 മിനിറ്റ് കൊണ്ട് കിട്ടിയ ആൾക്കാരൊന്ന് പറയണേ. അവർ മാത്രം 10 ഫ്രണ്ടുകളെ പേര് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്ന ആൾക്കാർ, 10ഓ 10-ലധികമോ കിട്ടുന്ന ആൾക്കാർ. അല്ലാദ്യം എണ്ണല്ലാത്ത അത്ര ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതൊന്ന് കൈപോക്കി. എനിക്ക് എണ്ണാൻ കഴിയൂല. അങ്ങളിരുന്നോ? ഇനി ഒരു 10-ലധികം എന്തായാലും ഉണ്ടാവും. അവരെ കൈ പൊക്കിയിട്ടിരിക്കടാ. എനിക്ക് ആകെ ഒരു 10-ൽ താഴെ ഉള്ളൂ. നോക്കിയിട്ടിരിക്കണ്ട മോനെ, സത്യസന്ധമായിരുന്നാൽ മതി. എത്ര സുഹൃത്തുക്കളുണ്ടാവും? ഒരുപാടുണ്ട്. അപ്പോൾ പിന്നെ 10, ഞാൻ നേരത്തെ ചോദിച്ചാൽ അതല്ലേ. അവന് ചോദ്യം മനസ്സിലായില്ല, സാറില്ല. ഏതായാലും ഫ്രണ്ടുകളുണ്ടല്ലോ. ഞാൻ ഞങ്ങളോട് ചോദിക്കട്ടെ, ഒരാളെ ഇപ്പം ഞാനൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ട് അല്ലേ, നല്ലൊരു തുണി ഷർട്ടൊക്കെ ഇന്നലെ വീട്ടിൽ നിന്ന് തേച്ച് കൊണ്ടുവന്ന് ഇന്നലെ പോന്ന് നിൽക്കണ. ഞാൻ ഇന്നലെ 6-7 മണിക്കിൻ്റെ വീട്ടിൽ നിന്ന് പോന്ന് നിൽക്കണം. എന്നിട്ടാണ് ഇൻഷാ അല്ലാഹ് ബടപ്പങ്ങളൊപ്പം സംസാരിച്ച് നിങ്ങളൊക്കെ ഉറങ്ങി എണീക്കണ സമയത്ത് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തിൻ്റെ വീട്ടിൽ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിക്കൽ നിർബന്ധമാണല്ലോ. എൻ്റെ ഡ്രസ്സിൽ ഞാൻ നല്ല ഡ്രസ്സ് ധരിച്ചിങ്ങനെ പോരുമ്പോൾ, ഇപ്പോൾ ഇവിടെ അസ്ജദ് നിങ്ങളെ ഭാരവാഹിയാണ്, എൻ്റെ ഡ്രസ്സിൽ എന്തുണ്ട്, അല്ലെങ്കിൽ മുബഷിർ അല്ലെങ്കിൽ പിന്നെ അമീൻ, ആരെങ്കിലുമൊക്കെ ഡ്രസ്സിൽ എന്തുണ്ട്? ചളിയുണ്ട്. ചളിയല്ല, കാക്ക കാഷ്ടിച്ചിക്കണെന്ന് വിചാരിക്കുക. കാക്ക കാഷ്ടിച്ചിക്കണ്.
അപ്പോൾ കാക്ക കാഷ്ടിച്ച് കണ്ടു എൻ്റെ സുഹൃത്തുണ്ട് എൻ്റെ ഒപ്പം. അവൻ എന്നോട് ഒന്നും പറയണില്ല. ഞാൻ നാട്ടുകാരുടെ അടുത്തേക്കൊക്കെ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. എന്താ സംഭവിക്കുക? ചങ്ങായി ഒരു ഡ്രസ്സ് ഇട്ട് പോന്ന് ഉള്ള കാക്ക കാഷ്ടമായി എന്ത് കഥ. എന്നാ അതിന് പകരം അവരെന്നോട് സാർ നിങ്ങളെ കണ്ടോ നോക്കാം പിക്കെ അതൊന്ന് കൈകൾ ഇവിടെ എന്തോ കാക്ക എന്തോ അയക്കണം എന്ത് പറഞ്ഞ് തിരുത്തിയാൽ നമ്മളെ തെറ്റ് തിരുത്തുന്ന സുഹൃത്തായിരിക്കണം നമ്മളൊപ്പം ഉണ്ടാവേണ്ടത്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമും അതിൽ കൃത്യമായി നമ്മുടെ ഫ്രണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഫ്രണ്ട് എങ്ങനെ അറിയോ, കെയർ ചെയ്യണ ഫ്രണ്ടുകളെ പിറകെ പോണത്. ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ കോളേജുകൾ കൂടിയൊക്കെ കയറിങ്ങാണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിലൊരു കോളേജിൽ പോയപ്പോൾ ഒരു ചെക്കൻ പറയണേ, നോക്കാം ഇന്നെ പോലത്തെ എത്രയോ സുമുഖന്മാരായ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങളെന്നും ഈ പെൺകുട്ടികൾക്ക് ആവശ്യമില്ല, അവർ കൊറിയക്കാരെ പിറകെയാണ്. അപ്പോൾ കൊറിയക്കാരെ പിറകെയാണെന്ന് കേട്ടോടുകൂടി ഞാൻ കരുതുന്നത് തമാശക്ക് വല്ല അടി അടിച്ചേക്കാരം ഒരു വൈറലാകാൻ വേണ്ടി. ഏതായാലും ഇപ്പം ഇത് പറഞ്ഞേക്ക് ആങ്കറി മൈക്ക് വാങ്ങിയിട്ട് നേരെ കൊടുത്തു മറ്റോൾക്ക് പെൺകുട്ടിക്ക്. അപ്പോൾ പെൺകുട്ടി പറയണം, പെൺകുട്ടിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒഴിവാക്കി കൊറിയക്കാരെ പിറകെ? ഇവരെക്കാൾ നല്ലത് കൊറിയക്കാർ കെയർ ചെയ്യുന്നതാണ്. പറഞ്ഞാൽ ഓൾ അവിടെ പോയി അനുഭവിച്ചിട്ടൊന്നും ഉണ്ടല്ലോ കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലോ എന്തിലൊക്കെ ഉള്ള ബന്ധം കൊണ്ടാണ് ഈ പറയും. അത് പറഞ്ഞുകൂടാണ് നമ്മൾ കെയർ ചെയ്യണ ആൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഫ്രണ്ട്. പക്ഷെ ആ ഫ്രണ്ട് ആര്? ആ ഫ്രണ്ട് കെയർ ചെയ്യാന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് നമ്മളെ കെയർ ചെയ്യുന്ന, നന്മയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്നവനായിരിക്കണം. തെറ്റ് തിരുത്തി തരാൻ കഴിയണവനാക്കണം. നിസ്കരിക്കാൻ സമയമായി, വെള്ളിയാഴ്ച ജുമാ സമയമായി, അവിടെ കളിക്കണവനും സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് പെൺകുട്ടികളെ നോക്കണവനോ അല്ലെങ്കിൽ മറ്റേ സാധനം ഉണ്ടല്ലോ എന്തേലും നിങ്ങൾ ചിരിച്ചതാരാ അത് തരുന്നവനും ആവേണ്ടതാരാ തെറ്റിൽ നിന്ന് നമ്മൾ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല്ലഖില്ലാഹു ബഅ്ദുഹും അഅദാഉ ബഅദ് ഇല്ലൽ മുത്തഖീൻ. വിശ്വാസികളെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്, ഫ്രണ്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളെ നാളെ പരലോകത്ത് വരുമ്പോൾ പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരൊഴികെ എന്നാണ് സൂറത്ത് സുഖ്റുഫിലെ 67-ാമത്തെ വാചകത്തിലൂടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ശത്രുക്കളായി മാറരുത്. നാളെ പരലോകത്തുള്ള ശത്രുവിനെ അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട് നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനായിരിക്കണം. നമ്മൾ ഔറത്ത് കാണിച്ചിങ്ങനെ നടക്കുകയാണ്. ഔറത്ത് കാണിച്ച് നടക്കുമ്പോൾ നോക്കത്ത് ശരിയല്ല, എൻ്റെ മഫ്ത ശരിയാക്കണം. തലയിൽ ധരിക്കുന്ന മഫ്ത മാറിടം കൂടി മറക്കണതായിരിക്കണം എന്നാണ് ഇസ്ലാമിക വിധി എന്ന് നമുക്ക് പറഞ്ഞു തരുന്നോളായിരിക്കണം. സ്ത്രീയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ശരീരത്തിലേക്ക് ധരിക്കുന്നത് അവളുടെ അവയവങ്ങൾ കാണിക്കാത്ത രൂപത്തിലുള്ളതാണ് എന്നുറപ്പിക്കാൻ പുരുഷനെ പോലെ പാൻറ് ധരിച്ച് അവയവങ്ങൾ വെളിവാക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കാൻ ഒരു സ്ത്രീക്ക് അനുവാദമല്ല എന്ന് ഇസ്ലാമിക മര്യാദയാണ്. ആ മര്യാദക്ക് വിരുദ്ധമായി നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ എടി ആ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളേതെങ്കിലും പെൺകുട്ടികളെ പിന്നിൽ പ്രേമത്തിൻ്റെ പിറകെ പോയാൽ, ലഹരി ഉപയോഗിക്കുന്നവനായാൽ, നമസ്കരിക്കാത്തവനായാൽ, നോക്കാ ചെയ്തത് ശരിയല്ല, നിസ്കരിക്കണ്ടേ എന്ന് ചോദിച്ച് നമസ്കാരത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന, തെറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്ന, നന്മയിലേക്ക് വഴി കാണിക്കുന്ന ഒരു ഫ്രണ്ടിനെ ഹൈസക്ക് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവണം. അതിവിടെ നിന്നുണ്ടാക്കാം, ക്യാമ്പസിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളതായി മാറി നന്മയുടെ പ്രകാശമായി മാറാൻ നിങ്ങൾ തയ്യാറാവുക. ആർ യു റെഡി? കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരൻ്റെ മതത്തിലാണ്, സംസ്കാരത്തിലാണ്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ആരോടൊപ്പമാണ് നിങ്ങളുടെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങളെ കൂട്ടുകാരൻ ആരാണ് നോക്കണം. ചന്ദനം ചാരിയാൽ എന്താ മണക്കുക? ചന്ദനം മണക്കും. ചാണകം ചാരിയ ചാണകം മണക്കും. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അത്തർ കച്ചവടക്കാരല്ലേ, നിങ്ങൾ അത്തർ ഉപയോഗിക്കാറുണ്ടോ? 1 2 3 4 ആ 4ാമത്തെ ലൈനിലെ ലാസ്റ്റത്തെ 2 ആൾക്കാർ, ആ വെള്ള ഷർട്ടും അതിൻ്റെ അപ്പുറത്താളും. മക്കളെ നിങ്ങൾ അത്തർ ഉപയോഗിക്കാറുണ്ടോ? ആ 3 ആൾക്കാരൊന്നും എണീറ്റ്, ആ വെള്ള ഷർട്ട് 3 ആൾ, നിങ്ങൾ അത്തർ ഉപയോഗിക്കാറുണ്ടോ? അവരെന്നെ നിങ്ങൾ 2 ആളും അത്തർ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്.
അത്തർ ഉപയോഗിക്കുന്ന അത്തർ വിൽക്കണ കടയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ അനുഭവം? ആ വെള്ള ഷർട്ടും കൂടി ഇപ്പുറത്തെ വെള്ള ഷർട്ടും കൂടിയാണ് എനിക്ക്. അത്തർ ഉപയോഗിക്കണ കടയിൽ പോയാൽ എന്താ സംഭവിക്കുക? അവിടെ ദുർഗന്ധാണോ സുഗന്ധാണോ ഉണ്ടാവുക? സുഗന്ധം. സുഗന്ധല്ലേ? ഉറപ്പല്ലേ? ഇരിക്കും. അത്തർ ഉപയോഗിക്കുന്ന ആളെ കടയിൽ പോയാൽ സുഗന്ധം കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ അവനെന്ത് ചെയ്യും, അവിടുന്ന് ഒന്ന് മെല്ലെടുത്ത് നമ്മളെ കൈമാക്കി തരും. അപ്പം നമുക്കും നല്ല സുഗന്ധം ഉണ്ടാവും. എന്നാൽ ആയുധം മൂർച്ച കൂട്ടണ കൊല്ലൻ്റെ ആല എന്ന് പറയും. ഇവിടെ സ്ഥലം നമുക്ക് എന്താ പറയാ? ഈ കുട്ടിയൊക്കെ ചിലപ്പോൾ ഒന്ന് പരിചയമുണ്ടല്ലോ. കൊല്ലൻ്റെ ആല എന്നൊക്കെ പറയും. ആയുധം മൂർച്ച കൂട്ടൂലേ ആ സ്ഥലം. അവിടെ പോയി നമ്മൾ നിന്നാൽ ചിലപ്പോൾ തീപ്പൊരി പാറി നമ്മളെ ഡ്രസ്സ് കരിഞ്ഞു പോകും. അല്ലെങ്കിലോ കുറച്ച് നേരം അവിടെ നിന്ന് പുക മുഴുവൻ ശ്വസിച്ച് നമ്മൾ കറുത്തിട്ടുണ്ടാവും. ഇതിനാണ് സാധ്യത ഉള്ളത്. അപ്പം നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത്തർ കച്ചവടക്കാരനാണ്. നിങ്ങൾക്ക് സുഗന്ധം കിട്ടും, അല്ലെങ്കിൽ അവൻ സുഗന്ധം നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ മിനിമം നല്ല സുഗന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാം. ചീത്ത കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കൊല്ലൻ്റെ ആലയെ പോലെയാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങളെ കൂട്ടുകാരൻ ആരാണ്, കൂട്ടുകാരി ആരാണ് എന്ന് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഐസക്ക് കഴിഞ്ഞു പോകുമ്പോഴത്തിന് അതായിരിക്കണം ഇവിടെ നിന്നുള്ള പ്രചോദനം നിങ്ങൾക്ക്. നല്ല കൂട്ടുകാരനാണ് എനിക്കുള്ളത്, ചീത്ത കൂട്ടുകാരൻ എനിക്കില്ല എന്നുറപ്പിക്കാൻ ആർ യു റെഡി? അങ്ങനെ നല്ല കൂട്ടുകാരൻ ഉണ്ടാക്കാനുള്ളവരൊന്നും എണീറ്റിക്കും. ബാക്കിൽ ഉള്ളവർക്ക് കാണുന്നില്ല എന്നെന്തോ ഒരു സൂചന കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല കൂട്ടുകാരനാവുക കേട്ടോ. നല്ല കൂട്ടുകാരൻ നമ്മളാവുക, നമുക്കുള്ളതും നല്ല കൂട്ടുകാരനാവുക. ചീത്ത കൂട്ടുകെട്ട് നമ്മൾ ഒഴിവാക്കുക. അതാണ് ഇസ്ലാമികമായ 4ാമത്തെ കാര്യം. ഇപ്പം 4 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. അതറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് എണീറ്റുന്ന. നിങ്ങളുടെ ലൈഫ് അള്ളാഹുവിന് അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദിയുള്ളവരായി മാറാൻ ഈ ഹൈസക്ക് കാരണമാവണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 4 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറയോ? ഒന്നാമത്തെ, നാം ആവുക, ഇഖ്ലാസ് ഉള്ളവരായി. നമുക്ക് 2 മുഖം ഉണ്ടാവരുത്. ആരുടെ മുമ്പിലും അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യാത്തവരാണ്. അധ്യാപകരുടെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും മറ്റോടത്തൊന്നും വെവ്വേറെയാണെന്നുള്ളത് വരാതിരിക്കുക. 1. 2 കണ്ണുകളെ സൂക്ഷിക്കുക. 3 കൂട്ടുകെട്ട് നന്നാക്കുക. 3 പറഞ്ഞിട്ടുള്ളൂ. 3 പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഒരു കാര്യം എന്താ അറിയോ? നമ്മൾ അറിവുള്ളവരാകണം. അറിവുണ്ട് നമുക്ക്? ഉണ്ടടാ, നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. SSLC കഴിഞ്ഞ് ഞങ്ങളോട് ആൾക്കാരെന്താ ചോദിക്കാറ്? നീല ഷർട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. SLC റിസൾട്ട് വന്നാൽ, അല്ലെങ്കിൽ +2 റിസൾട്ട് വന്നാൽ നമ്മളോട് എന്താ ആൾക്കാർ ചോദിച്ചാൽ? എത്ര A+ ഉണ്ട്? വേറെ മിനിമം അതല്ല ചോദ്യം. സമയം ഉണ്ടല്ലോ. പിന്നെ എത്ര A+ ഉണ്ടെന്നല്ല ചോദിക്കുക. അറിവുള്ളവരായി നമ്മൾ മാറണം. എന്നറിയോ? ഇന്ത്യയൊക്കെ കാലത്തെ ഇപ്പം SSLCക്ക് നല്ല മാർക്ക് വാങ്ങിയ ഒരു സാധു കുട്ടിയാണ് ഞാൻ. അങ്ങനത്തെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു മാർക്ക് കിട്ടിയ സാധുക്കളെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. 210 മാർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? അന്ന് ജയിക്കും. 12 വിഷയങ്ങളിൽ മിനിമം ഒരു വിഷയത്തിൽ 10 മാർക്ക് വേണേനും. 12 വിഷയങ്ങളിൽ ടോട്ടൽ 210 കിട്ടണം. 210 കിട്ടി SSLC ജയിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് SSLC ജയിക്കുക പറഞ്ഞാൽ ഇവിടെ ഉള്ള നിങ്ങളെ ഉമ്മമാരോടൊക്കെ ചോദിക്കട്ടെ, ഭയങ്കര സംഭവമെന്ന്. പക്ഷേ ഇപ്പോൾ കാരണം 60% ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടുന്നതിനേക്കാൾ അക്കാലഘട്ടത്തിലെ സമ്മാനങ്ങളൊക്കെ കിട്ടിക്കണം. ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ മാർക്ക്, അഥവാ 80% മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ രാജാവാണ് നാട്ടിലത്തെ. രാജാവാക്കാരാ നാട്ടിലത്തെ. ഇന്നിപ്പോൾ ഫുൾ A+ എന്ന് പറഞ്ഞാൽ 9 A+ കിട്ടി, 10ാമത്തെ A+ കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ 9 ഉള്ളു ചോദിക്കും. 9 പറഞ്ഞാൽ 9 വിഷയത്തിൽ 90% മുകളിലുണ്ട്. 10ാമത്തെ വിഷയത്തിൽ എന്ത് ചെയ്ത് 90 കുറവായി. പക്ഷെ അപ്പത്തിന് നമ്മളെന്ത് ചെയ്യാണ്? ആൾക്കാർ ഈ ചോദിക്കണവനും പറയണവനും 210 കിട്ടി SLC ജയിക്കാത്തവനാണ്. അതാണ് അതിനേക്കാൾ അത്ഭുതം. ഇപ്പം മാർക്കുകൾ, സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വലിയ വിലയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട് വായിക്കാനും പഠിക്കാനും കൽപ്പന കിട്ടിയ മതത്തിൻ്റെ അനുയായികളാണ്. അതുകൊണ്ട് അറിവ് പരമാവധി. ഉലമാക്കൾക്ക് ഒരുപാട്, അറിവുള്ളവർക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. 1, മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ട്. ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും പ്രാർത്ഥന ഉണ്ട്. അള്ളാഹു അറിവുള്ളവരെ ഉയർത്തും. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചവരാണ്.
അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ അറിവുള്ളവർക്കുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. ആ നിലക്ക് ബാപ്പാക്കും വേണ്ടി സ്കൂൾക്ക് പോകരുത്, ഉമ്മാക്കും വേണ്ടി സ്കൂളിലേക്ക് പോകരുത്, കോളേജിലേക്കും പോകരുത്. ആർക്കു വേണ്ടി പോകണം? ആർക്കു വേണ്ടി പോകണം? ആർക്കു വേണ്ടി പോകണം? നമുക്ക് വേണ്ടി പോകണം. എനിക്കറിവുണ്ടാവണം. അത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലും എന്നാൽ പിന്നെ നിർത്തരുത്, പഠനം തുടർന്നു കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് മതപരമായ അറിവ്, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ, ഖുർആൻ ക്ലാസ്സുകൾ, നമ്മളെ ജുമാ ഖുത്തുബകൾ, മതപരമായ അറിവ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. MSMൻ്റെ CRE പോലുള്ള HUHLS ക്ലാസ്സുകൾ പോലുള്ള ISMൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അറിവുള്ളവരായി പരമാവധി നമ്മൾ മാറുക, അത് തുടർന്നു കൊണ്ടേയിരിക്കുക. സ്വന്തമായി ഒരു പേനയോ പെൻസിലോ ഉള്ള ആൾക്കാരൊന്ന് കൈപ്പൊക്കി കാണി. സ്വന്തമായി ഒരു പേനയെങ്കിലും ഉള്ളവർ, പേന, പെൻസിൽ, ബാഗ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എന്തെങ്കിലുമൊക്കെ ഉള്ളവരൊന്ന് എണീറ്റേക്ക്. എനിക്ക് സ്വന്തമായി ഒരു പേനുണ്ട്, പെൻസിലുണ്ട്. കളവ് പറയരുത്, കളവ് പറയരുത്. സ്വന്തമായി പേന, പെൻസിലോ, മൊബൈലോ, ബൈക്കോ, ബാഗോ, കിടക്കുന്ന കട്ടിലോ, തലയിണയോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, അവനാ മാത്രം ഉപയോഗിക്കണം. സോപ്പ്, ബ്രഷ് ഇല്ലാത്ത പോലും ഉണ്ടോ? ചെങ്ങായിമാരൊന്ന് നോക്കിയേക്ക്, പല്ലിയൊക്കെ അതേക്കാരെ പോ നിൽക്കുക. അതാ അവിടെ ഇരിക്കണേ രണ്ടാൾ. ബ്രഷില്ല, അതാ ഒരുത്തർ ഇരിക്കണ്ട, അവിടെ ഇരിക്കുന്നുണ്ട്. ബ്രഷെങ്കിലും ഇല്ലാത്ത പോലെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം. എന്നാ ഞങ്ങളോട് ചോദിച്ചട്ടെ, സ്വന്തമായി ഒരു ഖുർആൻ ഉണ്ടോ? കളവ് പറയരുത്. സ്വന്തമായി ഖുർആൻ ഉണ്ടടാ? കളവ് പറയരുത്, കളവ് പറയരുത്. സ്വന്തം. ഇപ്പം നമ്മളെ ബ്രഷ് വേറൊരാൾ എടുത്ത് ഉപയോഗിച്ച് നമ്മളെന്ത് ചോദിക്കും? ആരത് എടുത്തു എന്ന് ചോദിക്കൂലേ? സ്വന്തമായിട്ടുള്ള ബ്രഷ് വേറൊരാളെടുത്ത കുഴപ്പമില്ല, ഓടുത്ത് നമ്മൾ എടുക്കുമോ? ഏതടാ? വളരെ അതൊക്കെ അവനാൻ തന്നെ വേണം കേട്ടോ. ഖുർആന് നമ്മൾക്കുണ്ടാകണമെന്ന് പറഞ്ഞാൽ ഖുർആൻ ക്ലാസ്, ഖുർആനായിട്ടുള്ള ബന്ധം, ഖുർആൻ പാരായണം, അങ്ങനെ അറിവുള്ളവരായി നമ്മൾ മാറുക എന്നതാണ് 4ാമത്തെ ഒരു നിർദ്ദേശം കേട്ടോ. 5ാമത്തെ നിർദ്ദേശം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 5ാമത്തെ നിർദ്ദേശം എന്താ അറിയോ? നിങ്ങൾക്കൊരു അഡ്വൈസ്, നിങ്ങൾക്കൊരു ഉപദേശകനെ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പുതിയ തലമുറക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ കരിയറുമായി ബന്ധപ്പെട്ട്, എൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട്, ജീവിതവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നമ്മൾ ചോദിക്കുക. എടാ എന്താ എൻ്റെ അഭിപ്രായം? എന്താ അടി എൻ്റെ അഭിപ്രായം? എടാ ഈ ഇവളെ എന്താ നിനക്ക് പറയാനുള്ളത്? എടാ ഒന്ന് പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്, നീ പറ. അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? ഉണ്ടല്ലോ അല്ലേ? ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾക്ക് ഒരു ഉപദേശകൻ അനിവാര്യമാണ് പലപ്പോഴും. ഇപ്പം ഇസ്ലാമികമായി അള്ളാഹുവിന് കീഴൊതുങ്ങിയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കുള്ള ഉപദേശകൻ ആരാന്നറിയോ? പള്ളിയിൽ ഉസ്താദല്ല, ബാപ്പയല്ല, ഉമ്മയല്ല. അതാണ് 5ാമത്തെ എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു തആല മരണത്തെ പറ്റിയാണ്. മരണം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമർ യബ്ന ഖത്താബ് കഫാക്കൽ മൗത്ത് വഇല, കഫാക്കൽ മൗത്ത് വഇല. മരണം നിനക്കൊരു ഉപദേശകനാണ്. നിന്നെ തെറ്റിൽ നിന്ന് വഴി തിരിച്ചു കൊണ്ടുവരാൻ, നന്മയിലൂടെ സഞ്ചരിപ്പിക്കാൻ ഉപദേശകനായി നീ മരണത്തെ സ്വീകരിക്കുക എന്നതാണ് 5ാമത്തെ നിർദ്ദേശം. ഹൈസക്ക് കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ മരണം എപ്പോഴും നമ്മളെ സംഭവിക്കാം. അർജുനൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇന്നലെയാണ് 75 ദിവസങ്ങൾക്ക് ശേഷം മണ്ണിലെന്തിയത്, അല്ലെങ്കിൽ മണ്ണോട് ചേർത്തത്, കത്തി, അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ആചാരപ്രകാരം കത്തിച്ച് കളഞ്ഞത്. അർജുനന് വേണ്ടി മനസ്സ് തേടിയിട്ടുണ്ട് പലരുടെയും. ഒരൊറ്റ സുപ്രഭാതത്തിൽ രാവിലെ പണക്കാരനായിരുന്നവൻ പിറ്റേന്ന് നേരം പുലരുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ചാലിയാർ പുഴയിൽ നിന്ന് അവരുടെ എല്ലിൻ്റെ കഷ്ടങ്ങൾ കിട്ടുന്ന അതിദയനീയമായ അവസ്ഥയുണ്ട്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിൻ പെട്ടെന്ന് നിൽക്കുന്നു. എന്താ കാരണം? ഒരു പെൺകുട്ടി ആൺകുട്ടി ഡോറിൻ്റെ അവിടെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ സാഹസികതയ്ക്ക് വേണ്ടി എന്തോ ചെയ്തതാണ്, തീരുമാനമായതാണ്. പൊക്കിയെടുക്കാൻ ബാക്കിയില്ലാത്ത വിധം മാംസകൃഷ്ണങ്ങളായി ചിന്നിച്ചിതറപ്പെട്ട ശരീരങ്ങൾ. മരണം. വിശുദ്ധാനിൻ്റെ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 185, വിശുദ്ധ ഖുർആൻ്റെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 35, വിശുദ്ധ ഖുർആൻ്റെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൽ 57,
കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ നഫ്സും മരണം ആസ്വദിക്കുന്ന, 16-ാമത്തെ വയസ്സിൽ മരിക്കുന്നല്ല, 60 മരിക്കുന്നല്ല, 70 മരിക്കുന്നല്ല. മരണം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ഒരാഴ്ചയിൽ എനിക്കും നിങ്ങൾക്കും. ആ മരിക്കുന്ന സമയത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടേ നമ്മൾ പോകുള്ളൂ. മണിക്കൂർ കണക്കിന് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ബാഗിൽ വരെ ചുണ്ടുമേ ലിപ്സ്റ്റിക്കിനുള്ളതും കണ്ണുമേ വരക്കാനുള്ളതും അല്ലെങ്കിൽ മുഖത്ത് പുട്ടിയിടാനുള്ളതും ഒക്കെ സൂക്ഷിച്ചു വെക്കണ ഒരു നമ്മൾ എത്രയോ തവണ മൊബൈൽ ഇങ്ങനെ നോക്കി അങ്ങോട്ട് വേർന്ന് ഇങ്ങോട്ട് വേർന്ന് മുടി ഇങ്ങോട്ടാക്കി മുടി അങ്ങോട്ടാക്കി ചുഴലിക്കാറ്റ് പോലത്തെ മുടിയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളെ കൂട്ടത്തിലുണ്ടാവും അല്ലേ? നമ്മളെ കൂട്ടത്തിൽ പല രൂപത്തിലുണ്ടാവും. ഈ ശരീരമൊക്കെ മണ്ണോട് ചേർന്നാൽ, മണ്ണോട് ചേരുന്നതിന് മുമ്പ് കേവലം റൂഹ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് 10 18 അതല്ലെങ്കിൽ 20 മണിക്കൂറോ 24 മണിക്കൂറോ ഒരു ദിവസം കഴിയുമ്പോഴേക്ക് നാറിയിട്ട് മണുത്തിട്ട് അതിൻ്റെ അരികിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയൂല. നമ്മളെ ശരീരം, ആ ശരീരത്തിലേക്ക് റൂഹുള്ളപ്പോഴാണ് വിലയുള്ളത്. ആ റൂഹ് അല്ലാഹു പിടിക്കുന്ന ഒരു സമയമുണ്ട്. എന്നിട്ട് നാളെ പല ലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. മരണം എല്ലാ ആസ്വാദനങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ഒന്നാണെന്ന തിരിച്ചറിവിൽ മരണം ഒരു ഉപദേശകനായി സ്വീകരിക്കുക. ആർ യു റെഡി? ആർ യു റെഡി? അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ലൈഫ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതായി തീരാൻ 5 നിർദ്ദേശങ്ങൾ. 1, നിങ്ങളെന്ന അസ്തിത്വത്തെ മുറുകെ പിടിക്കുക. ഇഖ്ലാസ്, നമസ്കാരം അടക്കമുള്ള, സത്യസന്ധത അടക്കമുള്ള കളവുകളോട് വിട പറയുന്ന, ലഹരി ഉപയോഗിക്കാതിരിക്കുന്ന എൻ്റെ ബാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, എനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, അതിന് ഒറ്റ മാറ്റമില്ല. എൻ്റെ മുഖവും എൻ്റെ ശരീരവും ഈ രൂപവും സ്വഭാവവും സംസ്കാരവും ഒന്നാണെന്ന് തെളിയിക്കുന്നവരായി നിങ്ങൾ മാറുക. 2, അറിവുള്ളവരായി നിങ്ങൾ മാറുക. 3, നിങ്ങളുടെ കണ്ണുകൾ തെറ്റിലേക്ക് നയിക്കുന്ന കാരണമാണ്, ആ കണ്ണിനെ താഴ്ത്തുക. 4, നിങ്ങളുടെ കൂട്ടുകാട്ട് നന്നാക്കുക. 5, മരണ ഉപദേശകനായി സ്വീകരിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ പാടെ പാലിച്ച് മുന്നോട്ട് പോയാലേ ഉസ്താദെ നടക്കണ കേസല്ല. കാരണം സ്കൂളിൽ അങ്ങനെ, ഞാൻ ഈ അടുത്തൊരു പെൺകുട്ടിനോട് സംസാരിച്ചപ്പോൾ അവളെ പോലെ +1 പോയി ഒരു പെൺകുട്ടി. അപ്പോൾ അവളൊരു പ്രേമത്തിൻ്റെ ഇതിൽ അകപ്പെട്ടിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ ആയാലും, നല്ല വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുട്ടിയല്ലേ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നല്ലല്ലോ. അപ്പോൾ എന്നോട് പറയണേ, സർ എന്തേ? അതെ, ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ എനിക്കും വേണ്ടേ, എന്തടി എൻ്റെ ഇങ്ങനെ എന്തിങ്ങനെ നടന്നോന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിക്ക് ഇങ്ങനെ കുത്തി തോന്നിയതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞ ഒരു വാചകങ്ങളോടും പറയാണ്, ആ വയലറ്റ് ഷർട്ട് ഇട്ടവനോട് അടക്കം. എന്താ പറയണറിയോ? അവനോട് പറഞ്ഞതാണ് നിങ്ങളോട് അവസാനം, അവളോട് പറഞ്ഞതാണ് അവസാനങ്ങളോട് പറയുള്ളത്. ചിലപ്പോൾ നമ്മളെ ക്ലാസ് റൂമിലെ നമ്മൾ മാത്രകാരം ആൺകുട്ടികൾ നെരിയാണിക്ക് മുകളിൽ വേഷം ധരിച്ച, അല്ലെങ്കിൽ ഇസ്ലാമിക വേഷം ധരിച്ച പെൺകുട്ടിയായി ജുമക്ക് പോകുന്ന, നമസ്കരിക്കുന്ന, കളവ് പറയാത്ത, പരസ്പരം തെറിവാക്കുകൾ പറയാത്ത നല്ല കൂട്ടുകാരന്മാർ മാത്രമല്ല, ഒക്കെ ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായിട്ട് മാറും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നറിയോ? പത്തോളി മിയാമി കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മളുള്ളത്. ഈ കൺവെൻഷൻ സെൻറ്ററിൽ എല്ലാ ലൈറ്റും ഇല്ല, അണഞ്ഞുപോയി. ഇവിടെ ഒരു പ്രകാശമല്ല, ഇരുട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടാണ്, കൂരിരുട്ടാണ്. ആ ഇരുട്ടുള്ള സമയത്ത് നമ്മളൊരു മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ നടുവിൽ കൊണ്ടുപോയി വെക്കുക. ആ മെഴുകുതിരിൻ്റെ വെളിച്ചം ഇല്ലാതെയാക്കാൻ ഇരുട്ടിന് കഴിയോ? ഇരുട്ടിന് കഴിയോ? ഇരുട്ടെത്ര ശക്തമായിരുന്നാലും മെഴുകുതിരിയുടെ വെട്ടം തകർക്കാൻ കഴിയുമോ? ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് പ്രാപഞ്ചിക സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഹൈസക്ക് കഴിഞ്ഞ് ഈ അത്തോളിൽ നിന്ന് ഇവിടെ പറഞ്ഞ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ തിരികെയുള്ള യാത്രകളിൽ ബസ്സിലെ നിങ്ങളുടെ ചിന്തകളിലേക്ക് വരേണ്ടത്, എൻ്റെ ക്യാമ്പസ്, എൻ്റെ സ്കൂൾ, എൻ്റെ ചുറ്റുപാട് ചെയ്യുന്നവരെല്ലാം തിന്മയുടെ വക്താക്കളാണ്. ഈ പറയപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ളവരല്ല. ഇവിടെ നിൽക്കുന്ന ക്ലാസ്സുകളെല്ലാം മര്യാദക്ക് കേട്ട് ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തെറ്റുകാരാണ്.
പക്ഷേ ആരൊക്കെ തിന്മയുടെ വക്താക്കളായാലും, ആരൊക്കെ അധർമ്മങ്ങളുടെ കൂടെ പിടിച്ചാലും, ആരൊക്കെ ലഹരികളുടെ അടിമകളായാലും, ആരൊക്കെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്മാരുടെ ബന്ധത്തിൽ തങ്ങളുടെ ശരീരങ്ങൾ വിറ്റഴിച്ചാലും, ആഘോഷങ്ങളെയും ആഹ്ലാദങ്ങളുടെയും പേരിൽ സംസ്കാരവും സമൂഹത്തിലെ മര്യാദകളും തകർത്തെറിഞ്ഞാലും ഇല്ല, നന്മയുടെ പാന്താവിനെ, സത്യത്തിൻ്റെ മാർഗത്തെ, ധർമ്മത്തിൻ്റെ ഭാഗത്തെ ഞാൻ കൈവടിയില്ല. കാരണം സത്യമാകുന്ന, ധർമ്മമാകുന്ന, നീതിയാകുന്ന, നന്മയാകുന്ന പ്രകാശം, ആ പ്രകാശത്തെ കെടുത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് സാധ്യമല്ല എന്ന പ്രാപഞ്ചിക സത്യത്തെ, പ്രാപഞ്ചിക പ്രതിഭാസത്തെ, യാഥാർത്ഥ്യത്തെ നെഞ്ചോട് ചേർക്കാൻ ഈ ഹൈസക്ക് പ്രചോദനമാവട്ടെ, കാരണമാവട്ടെ. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Are you ready? Are you ready? If you are ready, please stand up and qul inshallah. Then ആരെങ്കിലും ഇരിക്കണമല്ലോ? അപ്പം ഇനി ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ മക്കളെ ഈ നിർദ്ദേശങ്ങളെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. ശ്രദ്ധാപൂർവം കേൾക്കുക, നമ്മൾ അടങ്ങിയിരിക്കുന്നവരായി മാറുക. ഈ പറയപ്പെട്ട നിർദ്ദേശം ജീവിതത്തിൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എപ്പോൾ ബാധിച്ച് നമ്മൾ വെള്ളത്തുണിയിൽ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ലവരായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നവരായി അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്ക മനസ്സുള്ളവരായി, കാപട്യമില്ലാത്ത നല്ലവരായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കൂട്ടുകെട്ടിനെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തെ ഉപദേശകനായി കാണുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.